ഡിയർ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയ സോളിഡ് സ്റ്റേറ്റിനെ കുറിച്ചിട്ടാണ്. സോളിഡ് സ്റ്റേറ്റിനെ കുറിച്ച് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മ വരിക നിങ്ങൾ +1 പഠിച്ചിട്ടുള്ള സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ചാപ്റ്ററിനെ കുറിച്ചായിരിക്കും. അതായത് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ നിങ്ങൾ പഠിച്ചപ്പോൾ അതിനകത്ത് കുറച്ചധികം കാര്യങ്ങൾ പഠിച്ചു. ഏറ്റവും കൂടുതൽ ഗ്യാസിനെ കുറിച്ച് പഠിച്ചു, പിന്നെ ലിക്വിഡിനെ കുറിച്ചും പഠിച്ചു. പക്ഷെ നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത് പൂർണ്ണമായും സോളിഡിനെ കുറിച്ചാണ്. സോളിഡിന് അത്രയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം, നിങ്ങൾ ഡെയിലി ഉപയോഗിക്കുന്ന വസ്തുക്കളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് സോളിഡ് ആയിട്ടുള്ള രൂപങ്ങളാണ്. അപ്പം സോളിഡിന് എന്തോ ഒരു പ്രാധാന്യം ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതായത് നമ്മൾ ഡിഫറെന്റ് പ്രോപ്പർട്ടീസിലുള്ള അല്ലെങ്കിൽ ഡിഫറെന്റ് ക്യാരക്ടറിലുള്ള സോളിഡ്സുകൾ നമ്മൾ വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ആ സോളിഡ്സിന്റെ ക്യാരക്ടർ മാറ്റണമെങ്കിൽ അതിന്റെ സ്ട്രക്ചറിനെ കുറിച്ച് പഠിക്കേണ്ട ആവശ്യകതയുണ്ട്, സോളിഡ്സിന്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ച് പഠിക്കേണ്ട ആവശ്യകതയുണ്ട്. ആ ഒരു സിറ്റുവേഷനാണ് സോളിഡ്സ് എന്ന് പറയുന്ന ആ സ്റ്റേറ്റിന് ഇമ്പോർട്ടൻസ് ഇവിടെ വരുന്നത്. നമ്മൾ സോളിഡ്സിനെ കുറിച്ച് പറയുമ്പോൾ സോളിഡിനെയും ലിക്വിഡിനെയും ഗ്യാസിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട്. അതായത് സോളിഡ് ആണ്, അല്ലെങ്കിൽ ഇത് ലിക്വിഡ് ആണ്, ഇത് ഗ്യാസ് ആണ് എന്ന് തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് ക്യാരക്ടേഴ്സ്, അല്ലെങ്കിൽ കുറച്ച് ക്യാരക്ടേഴ്സിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അവ സോളിഡ് എന്നും ലിക്വിഡ് എന്നും ഗ്യാസ് നമ്മൾ തരംതിരിക്കുന്നത്. ഡയറക്റ്റ് ചാപ്റ്ററിലേക്ക് കടക്കുകയാണ്. അതിൽ പറയുന്ന കുറച്ച് കാര്യങ്ങൾ സോളിഡിനെ നമുക്ക് എങ്ങനെ ലിക്വിഡിൽ നിന്നും ഗ്യാസിൽ നിന്നും തിരിച്ചറിയാൻ കഴിയുന്ന കുറച്ച് ക്യാരക്ടേഴ്സ് ആണ്. നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്, ഒന്നുകൂടി ഞാൻ പറയാം. ഒന്നാമത്തെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ സോളിഡിന് വളരെ ഡെഫിനറ്റ് ആയിട്ട് ഒരു ഷേപ്പ് ഉണ്ട്, മാസ് ഉണ്ട്, വോളിയം ഉണ്ട്. വളരെ കൃത്യമായി ഓർത്ത് വയ്ക്കുക, സോളിഡ്സിന് വളരെ കൃത്യമായ ഒരു ഷേപ്പ് ഉണ്ട്, മാസ് ഉണ്ട്, വോളിയം ഉണ്ട്. സോളിഡ്സിന്റെ ഷേപ്പും മാസും വോളിയും വളരെ ഡെഫിനറ്റ് ആണ്. സോളിഡിന് മാത്രമുള്ള പ്രത്യേകതയാണ്. ലിക്വിഡിനൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ലിക്വിഡിന് കൃത്യമായ ഒരു ഷേപ്പ് ഇല്ല, മാസും വോളിയം ഉണ്ട്. ഗ്യാസിലേക്ക് പോയി കഴിഞ്ഞാൽ ഷേപ്പ് ഇല്ല, വോളിയം ഇല്ല, പക്ഷെ മാസ് മാത്രം. അത് നിങ്ങൾ പഠിച്ച കാര്യമാണ്, അതിന്റെ ആവശ്യമില്ല. ഇവിടെ സോളിഡിനെ കുറിച്ച് പറയുമ്പോൾ സോളിഡിന് ഡെഫിനറ്റ് ആയിട്ട് ഷേപ്പ് ഉണ്ട്, മാസ് ഉണ്ട്, ഒപ്പം വോളിയം ഉണ്ട്. അത് പോയിന്റ് ക്ലിയർ ആയിരിക്കും. രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് സോളിഡ്സിലെ പാർട്ടിക്കിൾസ് ക്ലോസ്ലി പാക്ഡ് ആണ്. വളരെ അടുത്താണ് സോളിഡ്സിലെ പാർട്ടിക്കിൾസ്. നിങ്ങളുടെ ഒരു ഡയഗ്രാം കണ്ടിട്ടുണ്ട്, അത് കാണുന്നവർക്ക് മനസ്സിലാകും. സോളിഡ്സിലെ പാർട്ടിക്കിൾസ് വളരെ ക്ലോസ്ലി പാക്ഡ്, വളരെ അടുത്താണ് പാർട്ടിക്കിൾസിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതായത് ആ മോളിക്യൂൾസ് അല്ലെങ്കിൽ പാർട്ടിക്കിൾസിനിടയിലുള്ള ഡിസ്റ്റൻസ് വളരെ കുറവാണ്. ഇന്റർ മോളിക്കുലർ ഡിസ്റ്റൻസ് വളരെ ഇല്ലെന്ന് തന്നെ പറയാം, വളരെ കുറവാണെന്ന് പറയുക. അതായത് സോളിഡ്സിലെ പാർട്ടിക്കിൾസ് ക്ലോസ്ലി പാക്ഡ് ആണ്. രണ്ടാമത്തെ പോയിന്റ് ഓർത്ത് വെച്ചേക്കുക. മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് ഈ സോളിഡ്സിലെ പാർട്ടിക്കിൾസിനുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വളരെ കൂടുതലായിരിക്കും. റീസൺ നമുക്കറിയാം, മേളിൽ നോക്കുമ്പോൾ പാർട്ടിക്കിൾസ് ക്ലോസ്ലി പാക്ഡ് ആണ്. ക്ലോസ്ലി പാക്ഡ് ആണ് എങ്കിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വളരെയധികം കൂടുതലായിരിക്കും. കാരണം ഇടയിലുള്ള സ്പേസ് വളരെ കുറവ്, അടുത്തിരിക്കുന്ന പാർട്ടിക്കിൾസിന് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വളരെ വളരെ കൂടുതലാകാനേ സാധ്യതയുള്ളൂ. മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് നമ്മുടെ സോളിഡ്സിലെ പാർട്ടിക്കിളിന് മൂവ്മെന്റ് തീരെയില്ല. ഫ്രീഡം ഓഫ് മൂവ്മെന്റ് ഈസ് വെരി ലോ എന്ന് പറയാം. ഫ്രീഡം ഓഫ് മൂവ്മെന്റ് ഇല്ല. അവിടെ നിങ്ങൾ ഓർക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം സഞ്ചാര സ്വാതന്ത്ര്യം ഇല്ല എന്നതിനേക്കാൾ ഉപരി കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ്, ദാറ്റ് മീൻസ് സോളിഡ് ഉണ്ടാക്കിയിരിക്കുന്ന പാർട്ടിക്കിൾ, ആറ്റം ആകാം, അയോൺ ആകാം, മോളിക്യൂൾ ആകാം, അത് അതിന്റെ മീൻ പൊസിഷനിൽ നിന്ന് ഓസിലേറ്റ് ചെയ്യും. അതിന്റെ പൊസിഷൻ ഫിക്സഡ് ആണ്. കോൺസ്റ്റന്റ് പാർട്ടിക്കിളിന്റെ പൊസിഷൻ എന്താണ്? ഫിക്സഡ് ആണ്. അതിന്റെ പാർട്ടിക്കിൾസ് അതിന്റെ മീൻ പൊസിഷൻസ്, അതായത് സ്ഥാന വ്യത്യാസമില്ലാതെ അവിടെ നിന്ന് എന്ത് ചെയ്യും? ഓസിലേറ്റ് ചെയ്യും. നിങ്ങൾ ഓർക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം അതാണ്. ഒരു കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ അതിന്റെ മീൻ പൊസിഷനിൽ നിന്ന് ഓസിലേറ്റ് ചെയ്യപ്പെടുന്നു എങ്കിൽ അത് ഏത് സ്റ്റേറ്റിലാണെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും? സോളിഡ് സ്റ്റേറ്റ് ആയിരിക്കും. മറന്നു പോകരുത്. ഒരു കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ അതിന്റെ മീൻ പൊസിഷനിൽ നിന്ന് ഓസിലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് എങ്കിൽ അത് ഏത് സ്റ്റേറ്റിൽ ചോദിച്ചാൽ എന്തായിരിക്കും? അത് സോളിഡ് സ്റ്റേറ്റിലായിരിക്കും. മറന്നു പോകാൻ പാടില്ലാത്ത കാര്യമാണ്. ലാസ്റ്റ് പോയിന്റ്, സോളിഡ്സിലെ പാർട്ടിക്കിൾസ് ഇൻകംപ്രസിബിൾ ആണ്. സോളിഡ്സ് ഇൻകംപ്രസിബിൾ ആണ്, ഒപ്പം റിജിഡുമാണ്. ഇൻകംപ്രസിബിൾ മീൻസ് സോളിഡ്സിലെ പാർട്ടിക്കിൾസിന്റെ സ്പേസ് ഇല്ല, ഇന്റർമോളിക്കുലർ ഡിസ്റ്റൻസ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ കംപ്രസ് ചെയ്യാൻ പറ്റില്ല. സ്പേസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കംപ്രസ് ചെയ്യാൻ പറ്റുള്ളൂ. സോളിഡ്സിലെ പാർട്ടിക്കിൾ എന്താണ്? ഇൻകംപ്രസിബിൾ ആണ്. സോളിഡ്സിലെ പാർട്ടിക്കിൾ ഇൻകംപ്രസിബിൾ ആണ്, കാരണം സ്പേസ് വളരെ കുറവാണ്. അതുകൊണ്ട് അവ എന്തുമാണ്? റിജിഡുമാണ്. ഇത് 5 സോളിഡിനെ ലിക്വിഡിൽ നിന്നും ഗ്യാസിൽ നിന്നും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന കുറച്ച് ക്യാരക്ടേഴ്സ്. നമ്മൾ ഇതുവരെ പറഞ്ഞത് സോളിഡ്സിന്റെ ക്യാരക്ടേഴ്സിനെ കുറിച്ചിട്ടാണ്. നമ്മൾ ഇനി പറയാൻ പോകുന്ന പറഞ്ഞാൽ നമ്മൾ ഡീപ്പായിട്ട് അങ്ങോട്ട് സ്ട്രക്ചറിലേക്ക് പോവുകയാണ്. അതിൽ ആദ്യം പറയേണ്ടത് സോളിഡ്സിന്റെ ക്ലാസിഫിക്കേഷൻ. നമ്മുടെ സോളിഡ്സിന് പാർട്ടിക്കിൾസിന്റെ അറേഞ്ച്മെന്റിന്റെ ഓർഡറിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട്, ഡിപ്പെൻഡിംഗ് അപ്പോൺ ദി നാച്ചർ ഓഫ് അറേഞ്ച്മെന്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ്, സോളിഡ്സ് ആർ മെയിൻലി ക്ലാസിഫൈഡ് ഇൻടു 2 ടൈപ്സ്. അതായത് പാർട്ടിക്കിൾസിന്റെ അറേഞ്ച്മെന്റിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട്, ഒരു സോളിഡിനകത്ത് പാർട്ടിക്കിൾസ് എങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ആ സോളിഡിനെ 2ആയി തിരിക്കാം. ഒന്ന് ക്രിസ്റ്റലൈൻ സോളിഡ് എന്നും 2 അമോർഫസ് സോളിഡ് എന്നും. ഓർക്കുക,
പാർട്ടിക്കിൾസിന്റെ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസിന്റെ അറേഞ്ച്മെന്റിന്റെ ഡിഫറൻസിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് സോളിഡ് രണ്ടായി തിരിക്കുന്നുണ്ട്. ഒന്ന് ക്രിസ്റ്റലൈൻ സോളിഡ്സ്, രണ്ട് അമോർഫസ് സോളിഡ്സ്. നമുക്ക് പറഞ്ഞിട്ട് നോക്കാം എന്താണ് ക്രിസ്റ്റലൈൻ സോളിഡ്സ്. അതായത് പാർട്ടിക്കിൾസിന് ഒരു ഓർഡേർഡ് അറേഞ്ച്മെന്റ് ഉണ്ട് എങ്കിൽ അവയെ പറഞ്ഞ പേരാണ് ക്രിസ്റ്റലൈൻ സോളിഡ്സ്. വളരെ ഓർക്കേണ്ട കാര്യം, പാർട്ടിക്കിൾസിന് ഓർഡേർഡ് അറേഞ്ച്മെന്റ് ആണ് ഉള്ളത് എങ്കിൽ അവയെ പറഞ്ഞ പേരാണ് ക്രിസ്റ്റലൈൻ സോളിഡ്സ്. പ്രധാന ഓർക്കേണ്ട കാര്യം, ക്രിസ്റ്റലൈൻ സോളിഡ്സിനകത്ത് എന്തുണ്ട്? ഓർഡേർഡ് അറേഞ്ച്മെന്റ് ഉണ്ട്. അപ്പൊ എന്തായിരിക്കും അമോർഫസ് സോളിഡ്? പാർട്ടിക്കിൾസിന് ഓർഡേർഡ് അറേഞ്ച്മെന്റ് ഉണ്ടായിരിക്കില്ല. പാർട്ടിക്കിൾസിന് ഓർഡേർഡ് അറേഞ്ച്മെന്റ് ഇല്ല എങ്കിൽ അത്തരം സോളിഡിനെ പറഞ്ഞ പേരാണ് അമോർഫസ് സോളിഡ്. ഏറ്റവും പ്രധാനം ഓർക്കേണ്ട കാര്യമാണ്. ഇപ്പൊ സോളിഡുകളെ പ്രധാനമായും രണ്ടായി തിരിക്കുന്നുണ്ട്. ഒന്ന് ക്രിസ്റ്റലൈൻ സോളിഡ്, രണ്ട് അമോർഫസ് സോളിഡ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഡിപ്പെൻഡിംഗ് അപ്പോൺ ദി നാച്ചർ ഓഫ് അറേഞ്ച്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ് രണ്ടായി തിരിക്കുന്നു, ക്രിസ്റ്റലൈൻ എന്നും അമോർഫസ് എന്നും. ക്രിസ്റ്റലൈൻ മീൻസ് പാർട്ടിക്കിൾസിന് ഓർഡേർഡ് അറേഞ്ച്മെന്റ് ഉണ്ടാകണം. അമോർഫസ് എന്ന വേർഡിന്റെ മീനിങ് തന്നെ നോ ഫോം എന്നാണ്. അതായത് ഓർഡേർഡ് അറേഞ്ച്മെന്റ് ഇല്ല എങ്കിൽ അത്തരം സോളിഡുകളെ പറഞ്ഞ പേരാണ് അമോർഫസ് സോളിഡ്. നിങ്ങൾക്ക് മനസ്സിലാക്കണം, ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. നിങ്ങൾ സ്കൂൾ കുട്ടികളായതുകൊണ്ട് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു സാധനമാണ് അസംബ്ലി, സ്കൂൾ അസംബ്ലി. ഒരു സ്കൂൾ അസംബ്ലിയിൽ പക്ക ഓർഡേർഡ് ആയിരിക്കും കുട്ടികൾ നിൽക്കുക. അതായത് 1ാം ക്ലാസ്സിലെ കുട്ടികൾ കറക്റ്റ് ഹൈറ്റിന്റെ ഓർഡർ നിൽക്കും, അടുത്തത് 2ാം ക്ലാസ്സിലെ കുട്ടികൾ കറക്റ്റ് ഹൈറ്റിന്റെ ഓർഡർ നിൽക്കും. ഒരു പക്ക ഓർഡേർഡ് അറേഞ്ച്മെന്റ് ഉള്ള ഒരു സംഭവമാണ് സ്കൂൾ അസംബ്ലി. ആ സ്കൂൾ അസംബ്ലി എന്നുള്ള സാധനം ഒരു ക്രിസ്റ്റലൈൻ സോളിഡിന്റെ എക്സാമ്പിൾ ആണ്. അതേസമയം നമ്മുടെ ജാതക സമരം ഇത് കണ്ടിട്ടുണ്ട്. അവിടെ ഒരിക്കലും ക്യൂ ആയിട്ടോ ഒന്നിനു പിറകെ മറ്റൊന്നായിട്ട് നമ്മൾ സമരം വിളിക്കാൻ പോകുന്നത്, കൂട്ടം കൂടിയാണ് പോകുന്നത്. കൃത്യമായ ഓർഡറൊന്നും ഉണ്ടാവില്ല, തിങ്ങി തിരിങ്ങിയൊക്കെ പോകും. അതെന്ന് പറഞ്ഞാൽ അമോർഫസ് സോളിഡിന് ഉദാഹരണമാണ്. അപ്പൊ കൃത്യമായിട്ട് ഓർമ്മ വെച്ചിരിക്കുക എന്താണ് ക്രിസ്റ്റലൈൻ സോളിഡ് എന്നും എന്താണ് അമോർഫസ് സോളിഡ്. ഇനി നമുക്ക് അടുത്ത് ചെയ്യേണ്ടത് ഈ ക്രിസ്റ്റലൈൻ സോളിഡിനെയും അമോർഫസ് സോളിഡിനെയും ഒന്ന് കമ്പയർ ചെയ്യണം. അവയുടെ ക്യാരക്ടറിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ക്രിസ്റ്റലൈൻ സോളിഡിനെയും അമോർഫസ് സോളിഡ് നമുക്ക് എന്ത് ചെയ്യണം? ഒന്ന് കമ്പയർ ചെയ്യണം. അപ്പൊ കുറച്ച് ക്യാരക്ടറിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ ക്യാരക്ടർ പറയുന്നത് അതിന്റെ ഷേപ്പാണ്. ക്രിസ്റ്റലൈൻ സോളിഡ്സിന് വളരെ ഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു ജോമെട്രിക്കൽ ഷേപ്പ് ഉണ്ട്. വളരെ കൃത്യമായ ഒരു ഷേപ്പുള്ള സാധനമാണ് ക്രിസ്റ്റലൈൻ സോളിഡ്സ്. വളരെ ഡെഫിനിറ്റ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് ജോമെട്രിക്കൽ ഷേപ്പുള്ള സാധനമാണ് ക്രിസ്റ്റലൈൻ സോളിഡ്സ്. നമുക്ക് തന്നെ അറിയാം പാർട്ടിക്കിൾസിന് ഓർഡേർഡ് അറേഞ്ച്മെന്റ് ഉണ്ട് എങ്കിൽ. ഞാനൊരു എക്സാമ്പിളൂടെ പറയാം. സോഡിയം ക്ലോറൈഡ് ക്രിസ്റ്റലൈൻ എക്സാമ്പിൾ ആക്കി എടുക്കാം. NaCl. NaCl 2 അയോൺസ് നിങ്ങൾക്ക് അറിയാം, Na+ഉം Cl-. റെപ്രസെന്റ് ചെയ്യാണ് Na+ എന്നും Cl- എന്നും. Na+ഉം Cl-. ഇതുപോലെ താഴെ എഴുതണം Na+Cl-. ഇങ്ങനെ എഴുതി പോവുക. അപ്പം ഇവിടെ പാർട്ടിക്കിൾസിന് ഓർഡേർഡ് അറേഞ്ച്മെന്റ് ഉണ്ട്. പാർട്ടിക്കിൾസിന് ഓർഡേർഡ് അറേഞ്ച്മെന്റ് കൃത്യമായ പൊസിഷനിൽ ഇങ്ങനെ അറേഞ്ച് വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഒരു ജോമെട്രിക്കൽ ഷേപ്പ് ആർക്കുണ്ട്? ക്രിസ്റ്റലൈൻ സോളിഡ്സിനുണ്ട്. അതേസമയം അമോർഫസ് സോളിഡിന് ഡെഫിനിറ്റ് ആയിട്ട് ഷേപ്പില്ല, ഒരു ഇറഗുലർ ഷേപ്പ് ഉണ്ട്. ഷേപ്പില്ല എന്ന് പറയാൻ പറ്റില്ല, ഡെഫിനിറ്റ് ആയിട്ട് ഷേപ്പില്ല, ഇറഗുലർ ഷേപ്പുള്ള സാധനമാണ് അമോർഫസ് സോളിഡ്സ്. ഒരു എക്സാമ്പിൾ എടുത്തിട്ടുണ്ട്. പ്ലസും മൈനസും കൃത്യമായ ഓർഡറിലൊന്നും അല്ല, ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും വരിക. കൃത്യമായ ഒരു ഓർഡറൊന്നും ഇല്ല, ഇറഗുലർ ഷേപ്പാണ് ആർക്കുള്ളത്? അമോർഫസ് സോളിഡിനുള്ളത്. രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് അതിന്റെ മെൽറ്റിംഗ് പോയിന്റിനെ കുറിച്ചിട്ടാണ്. ഇവിടെ ജസ്റ്റ് നോക്കുക. ക്രിസ്റ്റലൈൻ സോളിഡ്സിലെ പാർട്ടിക്കിൾസിന് ഓർഡേർഡ് അറേഞ്ച്മെന്റ് ഉള്ളത് കൊണ്ട് തന്നെ പാർട്ടിക്കിൾസിനിടയിലുള്ള ഇന്റർ ന്യൂക്ലിയർ ഡിസ്റ്റൻസ് ഈക്വൽ ആയിരിക്കും. ഇവയ്ക്കുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. സപ്പോസ് ഇവിടെ നോക്കുക. ഈ ഒരു ബോർഡിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു 200 ഡിഗ്രി സെൽഷ്യസ് കൊടുക്കണം എന്ന് വിചാരിക്കുക. മെൽറ്റ് ചെയ്യിപ്പിക്കുക മീൻസ് ബോണ്ട് ബ്രേക്ക് ചെയ്യിപ്പിക്കുന്നതാണ്. ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ എത്ര കൊടുക്കണം? ഒരു സപ്പോസ് ഉദാഹരണത്തിന് ഒരു 200 ഡിഗ്രി സെൽഷ്യസ് കൊടുക്കണം എന്ന് വിചാരിക്കുക. ഈ ബോണ്ട് ബ്രേക്കിന് എത്ര തന്നെ കൊടുക്കേണ്ടി വരും? 200 തന്നെ കൊടുക്കേണ്ടി വരും. കാരണം ബോണ്ടുകൾ സെയിം ആണ്. കാരണം അവർ തമ്മിലുള്ള അകലം തുല്യമാണ്, ഓർഡേർഡ് അറേഞ്ച്മെന്റ് ഉള്ളത് കൊണ്ട് തന്നെ. ഈ ബോണ്ട് ബ്രേക്കിന് എത്ര തന്നെ കൊടുക്കേണ്ടി വരും? 200. അതുകൊണ്ട് തന്നെ ഈ ക്രിസ്റ്റലൈൻ സോളിഡ്സിന് ഒരു ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ് ഉണ്ടാകാം. ഈ സോളിഡ് എപ്പോൾ മെൽറ്റ് ചെയ്യും? 200 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോഴേക്കും ക്രിസ്റ്റലിന്റെ മെൽറ്റ് ചെയ്യുമെന്ന് പറയാൻ പറ്റും. അതായത് ക്രിസ്റ്റലൈൻ സോളിഡ്സിന് ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ് ഉണ്ട് എന്ന് പറയാം. അതായത് അമോർഫസ് സോളിഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവർ തമ്മിലുള്ള അകലം എന്തല്ല? ഫിക്സഡ് ആണ്. ഇറഗുലർ ആയതുകൊണ്ട് തന്നെ എന്തല്ല? ഫിക്സഡ് അല്ല, കൃത്യമായ ഒരു അകലമില്ല. ഇപ്പൊ സപ്പോസ് ഈ ബോണ്ടിനെ ബ്രേക്ക് ചെയ്യാൻ ഒരു 50 ഡിഗ്രി സെൽഷ്യസ് കൊടുക്കണം വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ബോണ്ട് ബ്രേക്ക് എത്ര കൊടുക്കേണ്ടി വരും? 50 കൊടുത്താൽ പോരാ, ഡിസ്റ്റൻസ് വ്യത്യാസം ഉള്ളത് കൊണ്ട് തന്നെ. സപ്പോസ് ഒരു 70 ഡിഗ്രി കൊടുക്കണം വിചാരിക്കുക. ഈ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ ഒരു 80 ഡിഗ്രി സെൽഷ്യസ് കൊടുക്കണം വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ സോളിഡിന്റെ മെൽറ്റിംഗ് പോയിന്റ് 50 എന്ന് പറയാൻ പറ്റുമോ? 70 എന്ന് പറയാൻ കഴിയുമോ?
80 എന്നും പറയാൻ കഴിയില്ല. അതായത് ഈ സോളിഡ് 50 ഡിഗ്രിക്കും 80 ഡിഗ്രിക്കും ഇടയിൽ മെൽറ്റ് ചെയ്യുമെന്ന് പറയാൻ പറ്റും. അതായത് ഇതിനൊരു റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ആണ് മെൽറ്റിംഗ് പോയിന്റ് ആയി പറയാൻ കഴിയുന്നത്. ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ് ആർക്ക് പറയാൻ കഴിയില്ല, അമോർഫസ് സോളിഡിന് പറയാനായിട്ട് കഴിയില്ല. മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് മെൽറ്റിംഗ് പോയിന്റ് അങ്ങനെയാണെങ്കിൽ ഒരു ഡെഫിനറ്റ് ആയിട്ടുള്ള ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ആർക്ക് ഉണ്ടാകണം, ക്രിസ്റ്റലൈൻ സോളിഡ്സിന്. എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ അല്ലെങ്കിൽ ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ആണ് മൂന്നാമത്തെ പോയിന്റ് പറയുന്നത്. നമ്മുടെ ക്രിസ്റ്റലൈൻ സോളിഡ്സിന് വളരെ കൃത്യമായൊരു എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ ഉണ്ട്. കാരണം അതിന്റെ മെൽറ്റിംഗ് പോയിന്റ് എന്താണ്, ഷാർപ്പാണ്. അതേസമയം അമോർഫസ് സോളിഡ്സിന്റെ മെൽറ്റിംഗ് പോയിന്റ് ഷാർപ്പ് അല്ലാത്തത് കൊണ്ട് തന്നെ ഡെഫിനറ്റ് ആയിട്ടുള്ള ഹീറ്റ് ഓഫ് ഫ്യൂഷൻ അതിനകത്ത് ഉണ്ടാകില്ല. ഇതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട 3 കാര്യം. ഇനിയുണ്ട് കുറച്ച് കാര്യങ്ങളിലൂടെ 3 കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ 3 പോയിന്റുകൾ വളരെ സശ്രദ്ധം വീക്ഷിക്കുക, കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക. 4ാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലീവേജ് പ്രോപ്പർട്ടിയാണ്. നിങ്ങൾക്കറിയാം ക്ലീവേജ് പ്രോപ്പർട്ടി മീൻസ് കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ക്യാരക്ടറാണ്. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ഉദാഹരണം പറഞ്ഞിട്ട് ഞാൻ അതിലേക്ക് പോകാം. നിങ്ങൾക്ക് ആപ്പിൾ അറിയാം. ആപ്പിളിനെ ഒരു മൂർച്ചയുള്ള കത്തി കൊണ്ട് മുറിച്ചിട്ട് അകത്തേക്ക് നോക്കുക. 2 സൈഡ് ഒരുപോലെ ആയിരിക്കും. കട്ട് ചെയ്ത് കിട്ടിയ 2 ഭാഗങ്ങളും ഒരുപോലെ ഇരിക്കും. അകത്താണ് നോക്കേണ്ടത്, ഒരുപോലെയാണ് ഇരിക്കുക. അതായത് റെഗുലറായി 2 സൈഡ് ഒരുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതേസമയം നിങ്ങളിലുള്ള സാധനം ഒരു ചക്കയാണെന്ന് വിചാരിക്കുക. ഈ ചക്കയെ നടുക്ക് കട്ട് ചെയ്യുക. അവിടെയും ക്ലീവേജ് ഒക്കെ ഉണ്ട്. പക്ഷെ ചക്കയ്ക്ക് അകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ചക്കയും ചക്കയുടെ അകത്തുള്ള കുരുവൊക്കെ അറിഞ്ഞിരിക്കുന്ന കൃത്യമായ ഓർഡറിലല്ല. അതുകൊണ്ട് തന്നെ കട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ എന്താണ് പല രീതിയിൽ അകത്ത് കൃത്യമായ ഓർഡറിലായിരിക്കില്ല കട്ട് ചെയ്ത് കിട്ടുക. അതായത് ചില ഭാഗങ്ങളിൽ എന്താണ് കുരു മുഴുവനായി കട്ട് ചെയ്യും, ചിലത് എന്ത് ചെയ്യില്ല പകുതിയെ കട്ട് ചെയ്യുള്ളൂ. കൃത്യമായ ഓർഡർ ഇറഗുലർ ആയിരിക്കും. ആദ്യം പറഞ്ഞ ആപ്പിൾ എന്ന് പറഞ്ഞത് ക്രിസ്റ്റലൈൻ സോളിഡ് പോലെയാണ്. അതിനൊരു റെഗുലർ കട്ട്സ് കിട്ടും. ഒരു ഷാർപ്പ് എഡ്ജഡ് നൈഫ് കൊണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ റെഗുലർ കട്ട്സ് കിട്ടുന്ന സാധനമാണ് ക്രിസ്റ്റലൈൻ സോളിഡ്. ദാറ്റ് മീൻസ് നമ്മുടെ ക്രിസ്റ്റലൈൻ സോളിഡ്സിന് ക്ലീവേജ് പ്രോപ്പർട്ടി ഉണ്ട് എന്ന് പറയാൻ പറ്റും. അതേസമയം ഞാൻ പറയാം ചക്ക എന്ന് പറഞ്ഞ സാധനം അമോർഫസ് സോളിഡ് പോലെയാണ്. അതായത് ഷാർപ്പ് എഡ്ജഡ് നൈഫ് കൊണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും റെഗുലർ കട്ട്സ് കിട്ടില്ല. മുറിക്കാൻ പറ്റും, ഒരിക്കലും റെഗുലർ കട്ട്സ് കിട്ടില്ല. എന്തായിരിക്കും ഇറഗുലർ കട്ട്സ് ആയിരിക്കും അവിടെ കിട്ടുക. അപ്പൊ 4ാമത്തെ പോലെ ഓർക്കാൻ പറ്റുമല്ലോ, ക്ലീവേജ് പ്രോപ്പർട്ടി പ്രധാനപ്പെട്ടതാണ്. അടുത്ത് 5ാമത്തെ പ്രോപ്പർട്ടി പറയുന്നത് ക്രിസ്റ്റലൈൻ സോളിഡ് എന്ന് പറഞ്ഞാൽ ട്രൂ സോളിഡ് ആണ്. ദാറ്റ് മീൻസ് നമ്മുടെ പ്രോപ്പർട്ടീസിൽ പറയുമ്പോൾ നാച്ചുറലിനെ കുറിച്ച് പറയുന്നു. ക്രിസ്റ്റലൈൻ സോളിഡ് എന്താണ്, ട്രൂ സോളിഡ് ആണ്. യഥാർത്ഥ സോളിഡ് എന്ന് പറഞ്ഞ സാധനം ക്രിസ്റ്റലൈൻ സോളിഡ് ആണ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി ട്രൂ സോളിഡ് ആണ് എങ്കിൽ അമോർഫസ് സോളിഡ് എന്തല്ല, ട്രൂ സോളിഡ് അല്ല, ഫാൾസ് ആണ് സാധനം. എന്ന് പറയുന്ന വാക്കാണ് സ്യൂഡോ സോളിഡ്. അല്ലെങ്കിൽ പറയുന്ന വേറൊരു വാക്കുണ്ട്, ഓർത്ത് വെച്ചേക്കുക, സൂപ്പർ കൂൾഡ് ലിക്വിഡ്. സൂപ്പർ കൂൾഡ് ലിക്വിഡ്. അതായത് നമ്മുടെ ക്രിസ്റ്റലൈൻ സോളിഡ് എന്ന സാധനം ട്രൂ സോളിഡും അമോർഫസ് സോളിഡ് എന്താണ് സ്യൂഡോ സോളിഡ് അല്ലെങ്കിൽ സൂപ്പർ കൂൾഡ് ലിക്വിഡ്സുമാണ്. അവിടെ തന്നെയുണ്ട് ഈ അമോർഫസ് സോളിഡ് എന്ന് പറഞ്ഞ സാധനം ലിക്വിഡ് ആണ്. അതിനെ സൂപ്പർ കൂൾ ചെയ്യുക മീൻസ് ഒരു ടെമ്പറേച്ചറിൽ ഫ്രീസ് ചെയ്ത് വെക്കുക. ആ ടെമ്പറേച്ചർ തന്നെ ഫ്രീസ് ചെയ്യുക. അപ്പോഴേ പാർട്ടിക്കിൾസ് എവിടെയാണ് നിൽക്കുന്നത് അവിടെ തന്നെ വെച്ച് ഫ്രീസ് ചെയ്യും. കൃത്യമായ ഓർഡർ തന്നെ ഉണ്ടാകില്ല. സൂപ്പർ കൂൾഡ് ലിക്വിഡ് ആണെന്ന് സാധനം അമോർഫസ് സോളിഡ്സ്. അപ്പൊ നമ്മള് ഇപ്പം ഏകദേശം 1, 2, 3, 4, 5 പോയിന്റുകൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞു. അടുത്ത് പറയുന്നത് ഇത് ഈ പാർട്ടിക്കിൾസിന്റെ അറേഞ്ച്മെന്റിന്റെ ഓർഡറിനെ കുറിച്ചാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓർഡേർഡ് അറേഞ്ച്മെന്റ് ഉള്ള സാധനമാണ് ക്രിസ്റ്റലൈൻ സോളിഡ്സ് എങ്കിൽ അതിന് ലോങ് റേഞ്ച് ഓർഡർ ഉണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായെന്നറിയില്ല. നമ്മുടെ അസംബ്ലി എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, ക്രിസ്റ്റലൈൻ സോളിഡ് എക്സാമ്പിൾ ആയി പറഞ്ഞു. അതായത് ഒരു ക്ലാസ്സിൽ 20 കുട്ടികളുണ്ടെന്ന് വിചാരിക്കുക. ആ 20 കുട്ടികളും കറക്റ്റ് ഓർഡർ നിൽക്കും. ആ കുട്ടികൾ 50 ആയാലും എന്ത് ചെയ്യും, അതേ ഓർഡർ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകും. അതായത് ഫ്രണ്ടിലെ കുട്ടിയുമായിട്ട് ഒരു കൈ അകലം, പുറകിലെ കുട്ടിയുമായിട്ട് ഒരു കൈ അകലം, മുന്നിലെ കുട്ടിയുമായിട്ട് ഒരു കൈ അകലം, 2 സൈഡിലെ കുട്ടികളുമായിട്ട് ഒരു കൈ അകലം പാലിച്ച് തന്നെ പോകും. അതായത് എത്ര കുട്ടികളുണ്ടോ, അതായത് ക്ലാസ്സിൽ 20 ആയിക്കോട്ടെ, 50 ആയിക്കോട്ടെ, 100 ആയിക്കോട്ടെ, 150 എത്ര കുട്ടികളുണ്ടെങ്കിലും ആ ഓർഡർ മെയിൻറ്റെയിൻ ചെയ്ത് പൊയ്ക്കൊണ്ടേയിരിക്കും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ Na+, Cl-, ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. ആ കൃത്യമായ ഓർഡർ ഫോളോ ചെയ്യും. അതായത് ലോങ് റേഞ്ച് ഓർഡർ അവിടെ ഉണ്ടാകും. അതേസമയം അമോർഫസ് സോളിഡിലേക്ക് പോയി കഴിഞ്ഞാൽ ആ ഒരു ലോങ് റേഞ്ച് ഉണ്ടാവില്ല. അതായത് 1, 2 പാർട്ടികൾക്കിടയിൽ ഒരു ഓർഡർ ഉണ്ടാകാം. അതായത് ഷോർട്ട് റേഞ്ച് ഓർഡർ അവിടെ ഉണ്ടാവുള്ളൂ. നേരത്തെ ജാഥയുടെ കാര്യം പറഞ്ഞല്ലോ. നമ്മൾ മുകളിൽ നിന്ന് വീക്ഷിക്കുകയാണെങ്കിൽ 2, 3 പേര് ഒരു ക്യൂവിലാണെന്ന് വേണമെങ്കിൽ പറയാം. ഒരു ക്യൂവിൽ ബോധപൂർവ്വം നിൽക്കുന്നതല്ല, നമ്മൾ നോക്കിയെടുത്തു കഴിഞ്ഞാൽ 2, 3 പേര് ഒരു വരിയിൽ നിൽക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യാം. അതായത് അവർക്കിടയിൽ ഒരു ഷോർട്ട് റേഞ്ച് ഓർഡർ ഉണ്ട്, മുഴുവനായിട്ട് ഓർഡർ ഇല്ല അവിടെ
ഇല്ല. ഓർക്കുക, അടുത്ത പോയിന്റ് നമ്മുടെ ക്രിസ്റ്റലൈൻ സോളിഡ്സിന് ലോങ് റേഞ്ച് ഓർഡർ ഉണ്ട്. അമോർഫസ് സോളിഡിന് എന്തേ ഉള്ളൂ? ഷോർട്ട് റേഞ്ച് ഓർഡറേ ഉള്ളൂ. അടുത്ത ടോപ്പിക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അനൈസോട്രോപ്പിയും ഐസോട്രോപ്പിയും. ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആർ അനൈസോട്രോപ്പിക് ഇൻ നേച്ചർ. ആദ്യം പോയിന്റ് മനസ്സിലാക്കുക. എന്താണ് ഞാൻ പറയാം? ക്രിസ്റ്റലൈൻ സോളിഡ്സ് എന്താണ്? അനൈസോട്രോപ്പി ആണ്. അമോർഫസ് സോളിഡ് എന്താണ്? ഐസോട്രോപ്പിക് ആണ്. അനൈസോട്രോപ്പി എന്ന് പറഞ്ഞാല് ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, അതായത് ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, കണ്ടക്ടിവിറ്റി, ഇതുപോലെയുള്ള ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഡിഫറെന്റ് ഡിറക്ഷനിൽ ഡിഫറെന്റ് വാല്യൂസ് ആണ് കാണിക്കുന്നുവെങ്കിൽ, ഓരോ ഡിറക്ഷനിൽ പോകുമ്പോൾ ഓരോ വാല്യൂസ് ആണ് കാണിക്കുന്നുവെങ്കിൽ അവയെ പറഞ്ഞ പേരാണ് അനൈസോട്രോപ്പിക്. ഇവരെയും അനൈസോട്രോപ്പിക്. ഈ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എല്ലാ ഡിറക്ഷനിൽ പോയാലും ഒരേ വാല്യൂ ആണ് കാണിക്കുന്നുവെങ്കിൽ അവയെ പറഞ്ഞ പേരാണ് ഐസോട്രോപ്പിക്. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആർ സെയിം ഇൻ ഓൾ ഡിറക്ഷൻ. എല്ലാ ഡിറക്ഷനിലും ഫിസിക്കൽ പ്രോപ്പർട്ടീസ് സെയിം ആണെങ്കിൽ അവയെ പറഞ്ഞ പേര് ഐസോട്രോപ്പിക് എന്നും, ഡിഫറെന്റ് ഡിറക്ഷനില് ഡിഫറെന്റ് വാല്യൂസ് ആണ് അവയെ പറഞ്ഞ പേര് അനൈസോട്രോപ്പിക് എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് അനൈസോട്രോപ്പിയും ഐസോട്രോപ്പിയും എന്താണെന്നൊരു ധാരണ വന്നതാണ്. അതായത് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എല്ലാ ഡിറക്ഷനിലും ഒരുപോലെയാണെങ്കിൽ ഐസോട്രോപ്പിക്. ഐസോ മീൻസ് സെയിം, കോൺസ്റ്റന്റ്. ഡിഫറെന്റ് ഡിറക്ഷനിൽ ഡിഫറെന്റ് ആണെങ്കിൽ അനൈസോട്രോപ്പിക്. ഞാൻ ഇവിടെ നിന്ന് ഡയഗ്രത്തിലേക്ക് നോക്കുന്നത് ഒരു ചെറുതായിട്ട് മനസ്സിലാക്കി തരാം. അതായത് ഞാൻ അതിനകത്തേക്ക് ഒരു ലൈറ്റ് റേസ് കടത്തിവിടുകയായിരിക്കുക. സപ്പോസ് വേണ്ട ലൈറ്റ് റേസ് വേണ്ട കാഥോഡ് റേസ് ആണെന്ന് വിചാരിക്കുക. കാഥോഡ് റേസിനെ പാസ് ചെയ്യാൻ ഞാൻ ഇതുവഴി ഇങ്ങനെ പാസ് ചെയ്യാൻ വിചാരിക്കുക. കാഥോഡ് റേസ് അറിയാം, നെഗറ്റീവ് ചാർജുള്ള പാർട്ടിക്കിൾസ് ആണ് കാഥോഡ് റേസ് എന്ന് പറയുന്നത്. ഇവിടെ ചാർജ് എന്താണ്? നെഗറ്റീവ് ആണ്. ചാർജ് എന്താണ്? നെഗറ്റീവ് ആണ്. അപ്പൊ ഇതുവഴിയും ഞാൻ കാഥോഡ് റേസിനെ പാസ് ചെയ്യുന്നുണ്ട്. ഇതിനുള്ള നാച്ചുറൽ ഒരുപോലെ ആയിരിക്കും. അതായത് ഇവിടെ ഇരിക്കുന്ന പോസിറ്റീവ് അയോൺസ് ആണ്. പോസിറ്റീവ് അയോൺസ് നെഗറ്റീവ് പാർട്ടിക്കിൾ എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും. പക്ഷേ ഈ നെഗറ്റീവ് നമ്മൾ എന്ത് ചെയ്യും? റിപ്പിൽ ചെയ്യും. അതായത് ഓരോ ഡിറക്ഷണൽ പ്രോപ്പർട്ടീസ് എന്തായിരിക്കും? ഡിഫറന്റ് ആയി പോകും. അതായത് ഇങ്ങനെ നോക്കിയാലും മതി. അത് ഇങ്ങനെ നോക്കുമ്പോൾ അങ്ങനെ തന്നെയാണ്. ഇവിടെ ഇരിക്കുന്ന നെഗറ്റീവ് പാർട്ടിക്കിൾസ് ആണ്. വരുന്നതും കാഥോഡ് റേസ് നെഗറ്റീവ് ആണ്. അവർ തമ്മിൽ എന്ത് ചെയ്യും? റിപ്പൽഷൻ ഉണ്ടാകും. അതേസമയം നമ്മള് അമോർഫസ് സോളിഡിലേക്ക് പോയി അതിനൊരു ഓർഡർ ഇല്ലാത്തത് കൊണ്ട് തന്നെ കൃത്യമായ ഡയറക്ഷൻ ഇല്ല. അവിടെ ഡയറക്ഷൻ ഒന്നുമില്ല. ഞാൻ ഇങ്ങനെ കാഥോഡ് റേസിനെ കടത്തി വിട്ടാൽ അവിടെ പോസിറ്റീവ് പാർട്ടിക്കിളും ഉണ്ട്, നെഗറ്റീവ് പാർട്ടിക്കിളും ഉണ്ട്. ഇങ്ങനെ കടത്തി വിടുമ്പോഴെന്തുണ്ട്? പോസിറ്റീവ് പാർട്ടിക്കിളും ഉണ്ട്, നെഗറ്റീവ്. അപ്പൊ അവിടെ കൃത്യമായ ഡയറക്ഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെ ഐസോട്രോപ്പിക് ആയിരിക്കും. ആരുടെ കേസില്? അമോർഫസ് സോളിഡിന്റെ കേസിലെന്ന് ഓർത്തു വയ്ക്കുക. ഇതാണ് പ്രധാനമായിട്ടുള്ള 7 കമ്പാരിസൺ ബിറ്റ്വീൻ ക്രിസ്റ്റലൈൻ സോളിഡ് ആൻഡ് അമോർഫസ് സോളിഡ്. ഒരിക്കൽ കൂടെ ഓർക്കുക, 7 പോയിന്റുകൾ. ഷേപ്പിനെ കുറിച്ച് പറയാം. ക്രിസ്റ്റലൈൻ സോളിഡ്സിന് ഡെഫിനിറ്റ് ആയിട്ടുള്ള ഷേപ്പ് ഉണ്ട്. അമോർഫസ് സോളിഡ്സിന് ഇറഗുലർ ഷേപ്പാണുള്ളത്. രണ്ടാമത്തെ കാര്യം പറഞ്ഞ മെൽറ്റിംഗ് പോയിന്റ് ആണ്. ക്രിസ്റ്റലൈൻ സോളിഡ്സിന് ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ് ഉണ്ട്. അമോർഫസ് സോളിഡ്സിന് ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ് ഇല്ല. ഒരു റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ആയിരിക്കും ഇത് മെൽറ്റ് ചെയ്യപ്പെടുക. 3, മെൽറ്റിംഗ് പോയിന്റ് ഷാർപ്പ് ആയതുകൊണ്ട് തന്നെ ക്രിസ്റ്റലൈൻ സോളിഡ്സിന്റെ എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ ഡെഫിനിറ്റ് ആയിരിക്കും. അതേസമയം അമോർഫസ് സോളിഡ് എന്തായിരിക്കില്ല? ഡെഫിനിറ്റ് ആയിരിക്കില്ല. 4ാമത്തെ പോയിന്റ് പറയുന്നത് ക്ലീവേജ് പ്രോപ്പർട്ടി. വളരെ പ്രധാനപ്പെട്ടതാണ്. ക്രിസ്റ്റലൈൻ സോളിഡ്സിന് റെഗുലർ കട്ട്സ് കിട്ടും. ഷാർപ്പ് എഡ്ജഡ് നൈഫ് കൊണ്ട് കട്ട് ചെയ്ത റെഗുലർ കട്ട്സ് കിട്ടും. അതേസമയം അമോർഫസ് സോളിഡ്സിന് റെഗുലർ കട്ട്സ് കിട്ടില്ല. കട്ട്സ് കിട്ടും, ഇറഗുലർ കട്ട്സേ കിട്ടാറുള്ളൂ. അടുത്ത പോയിന്റ്, ക്രിസ്റ്റലൈൻ സോളിഡ് ട്രൂ സോളിഡ് ആണ്. അതേസമയം അമോർഫസ് സോളിഡ് എന്താണ്? സ്യൂഡോ സോളിഡ് അല്ലെങ്കിൽ സൂപ്പർ കൂൾഡ് ലിക്വിഡ് ആണ്. ദെൻ ഓർഡറിനെ കുറിച്ച് പറഞ്ഞാല് ക്രിസ്റ്റലൈൻ സോളിഡിന് ലോങ് റേഞ്ച് ഓർഡർ ഉണ്ട്. അതേസമയം അമോർഫസ് സോളിഡിന് എന്തുണ്ട്? ഷോർട്ട് റേഞ്ച് ഓർഡർ ആണ് ഉള്ളത്. ദെൻ വളരെ പ്രധാനപ്പെട്ട കാര്യം, ക്രിസ്റ്റലൈൻ സോളിഡ്സ് അനൈസോട്രോപ്പിക് ആണ്. അതേസമയം അമോർഫസ് സോളിഡ് എന്താണ്? ഐസോട്രോപ്പിക് ആണ്. അമോർഫസ് സോളിഡ് എന്ന് പറഞ്ഞ അനൈസോട്രോപ്പി എന്ന് പറഞ്ഞാല് physical properties such as electrical resistance, electrical conductivity, refractive index, etc. different in different directions is called anisotropy. Same in all direction എന്ന് പറയും ഐസോട്രോപ്പി. ഒരു കാര്യം കൂടെ നോക്കാം. ഇതിന്റെ എക്സാമ്പിളിലൂടെ ഞാനൊന്ന് പറഞ്ഞു പോകാം. എക്സാമ്പിളുകളുടെ ഞാനൊന്ന് പറയാം. അതായത് ക്രിസ്റ്റലൈൻ സോളിഡിന് അറിയാവുന്ന എക്സാമ്പിൾ ആണ് സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ്, കോപ്പർ. സാധാരണ അറിയുന്ന ക്രിസ്റ്റൽസ് എല്ലാം ക്രിസ്റ്റലൈൻ സോളിഡിന് എക്സാമ്പിൾ ആക്കി എടുക്കാം. അമോർഫസ് സോളിഡിന് പ്രധാനപ്പെട്ട എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലാസ്. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. അമോർഫസ് സോളിഡിന്റെ പ്രോപ്പർട്ടീസ് കാണിക്കുന്ന സാധനമാണ് ഗ്ലാസ്. ദെൻ പ്ലാസ്റ്റിക്, ദെൻ അമോർഫസ് സിലിക്കൺ പറയുന്ന സാധനമാണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് സാധനം അമോർഫസ് സിലിക്കൺ എന്ന് പറഞ്ഞാൽ. ദെൻ ക്വാർട്സ് ഗ്ലാസ്. ക്വാർട്സ് അല്ല,
ക്വാർട്സ് ഗ്ലാസ് എന്ന് പറഞ്ഞ സാധനം അമോർഫസ് സോളിഡ് ആണ്. അതേസമയം ക്വാർട്സ് എന്ന് പറഞ്ഞ സാധനം ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആണ്. ക്വാർട്സ് ഗ്ലാസ് അമോർഫസ് സോളിഡും ക്വാർട്സ് എന്ന് പറയുന്ന സാധനം ഇതാണ് ക്രിസ്റ്റലൈൻ സോളിഡ്സുമാണ്. ഓർത്ത് വെച്ചേക്കുക, ക്വാർട്സ് ക്രിസ്റ്റലൈൻ സോളിഡ് ആണ്, ക്വാർട്സ് ഗ്ലാസ് എന്ന് പറഞ്ഞാൽ അമോർഫസ് സോളിഡ് ആണ് എന്ന് ഓർത്ത് വയ്ക്കണം. ഇതിന്റെ കാര്യം കൂടെ പറഞ്ഞു കഴിഞ്ഞാല് ഈ അമോർഫസ് സിലിക്കണിന് വളരെ ഇമ്പോർട്ടൻസ്, ഡെയിലി ലൈഫിൽ ഇമ്പോർട്ടൻസ് ഉള്ള സാധനമാണ്. ഫോട്ടോ വോൾട്ടായിക് സെല്ലുകൾ ഉപയോഗിക്കുന്ന ഒരു സോളിഡാണ് അമോർഫസ് സിലിക്കൺ. അതായത് സൺലൈറ്റിൽ നിന്ന് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫോട്ടോ വോൾട്ടായിക് സെല്ല് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് അമോർഫസ് സിലിക്കൺ. ഇത്ര എക്സാമ്പിളുകൂടെ ഓർത്ത് വെച്ചേക്കും. അപ്പൊ നമ്മൾ രണ്ടുതരം സോളിഡിനെ കുറിച്ചാണ് പറഞ്ഞത്, ക്രിസ്റ്റലൈൻ എന്നും അമോർഫസ് എന്നും. അതിന്റെ കമ്പാരിസണും പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ ഈ ചാപ്റ്ററിൽ അമോർഫസ് സോളിഡിനെ കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. എന്റെ ആപ്ലിക്കേഷൻ പറയാൻ നിർത്തുകയാണ്, കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. അതിന്റെ അമോർഫസ് സിലിക്കണിന്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ, അവിടെ പറഞ്ഞ് നിർത്തുകയാണ്. ഇതിന് നമുക്ക് ഇനി പഠിക്കേണ്ടത് ക്രിസ്റ്റലൈൻ സോളിഡ്സിനെ കുറിച്ചാണ്. ഈ പാഠത്തിൽ കൂടുതൽ പഠിക്കുന്നതും ക്രിസ്റ്റലൈൻ സോളിഡ്സിനെ കുറിച്ചിട്ടാണ്. ഇതിനടുത്ത് ക്രിസ്റ്റലൈൻ സോളിഡ്സിന്റെ ക്ലാസിഫിക്കേഷൻ. ക്രിസ്റ്റലൈൻ സോളിഡുകളുടെ ക്ലാസിഫിക്കേഷൻ പ്രധാനമായും രണ്ട് കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട്, അതായത് ആ ക്രിസ്റ്റലൈൻ സോളിഡ്സിനകത്തുള്ള കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾ ഏതാണ്, അതായത് ആ സോളിഡ് ഉണ്ടാക്കിയിരിക്കുന്ന പാർട്ടിക്കിൾ, ആറ്റംസ് ആകാം, അയോൺസ് ആകാം, മോളിക്യൂൾസ് ആകാം, ആ പാർട്ടിക്കിൾ ഏതാണ്. രണ്ട്, അവയ്ക്കിടയിൽ ആ പാർട്ടിക്കിൾസിനുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഏതാണ്. ഈ രണ്ട് കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ക്രിസ്റ്റലൈൻ സോളിഡുകളെ പ്രധാനമായിട്ടും 4ആയി തിരിക്കുന്നുണ്ട്. കാര്യം മനസ്സിലാക്കുക, സോളിഡ്സിലെ പാർട്ടിക്കിൾസിലെ അല്ല, ക്രിസ്റ്റലൈൻ സോളിഡ്സിലെ പാർട്ടിക്കിൾസിന്റെ നേച്ചറും ആ പാർട്ടിക്കിൾസിനുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ക്രിസ്റ്റലൈൻ സോളിഡുകളെ പ്രധാനമായും 4ആയി തിരിക്കുന്നുണ്ട്. ഇപ്പൊ നോക്കി നിങ്ങൾക്ക് മനസ്സിലാകും ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് മോളിക്കുലാർ സോളിഡ്സ്, 2 അയോണിക് സോളിഡ്സ്, 3 മെറ്റാലിക് സോളിഡ്സ്, 4 കോവാലന്റ് സോളിഡ്സ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് സോളിഡ്. ഇതിന് ഓരോന്നായിട്ട് നോക്കാം. ഒന്ന് മോളിക്കുലാർ സോളിഡ്സ്. അവിടെ മനസ്സിലുണ്ടാകേണ്ട പ്രധാനപ്പെട്ട കാര്യം ഏതിന്റെ അടിസ്ഥാനത്തിലാണ് ക്ലാസിഫൈ ചെയ്യുന്നത്? പാർട്ടിക്കിൾസിന്റെ നേച്ചറിനെയും 2 പാർട്ടിക്കിൾസിന്റെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ അവിടെ കൃത്യമായി പറഞ്ഞിരിക്കണം. അതായത് മോളിക്കുലാർ സോളിഡ്സിനിടയിലുള്ള കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് മോളിക്യൂൾസ് ആണ്. മറന്നു പോകാൻ പാടില്ലാത്ത കാര്യം, മറക്കാൻ സാധ്യതയില്ല, കാരണം പേര് തന്നെ ഉണ്ട്. മോളിക്കുലാർ സോളിഡ്സിലെ പാർട്ടിക്കിൾസ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോളിക്യൂൾസ് ആണ്. ഈ മോളിക്യൂൾസിനിടയിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് മോളിക്കുലാർ സോളിഡുകളെ വീണ്ടും 3ആയി തിരിക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? നോൺ പോളാർ മോളിക്കുലാർ സോളിഡ്സ്, പോളാർ മോളിക്കുലാർ സോളിഡ്സ് ആൻഡ് ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്കുലാർ സോളിഡ്സ്. ഇതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് കാര്യം മനസ്സിലാക്കുക, മോളിക്കുലാർ സോളിഡ്സിനിടയിലുള്ള പാർട്ടിക്കിൾസ് ഏതാണ്? മോളിക്യൂൾസ് ആണ്. ആ മോളിക്യൂൾസിനിടയിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് മോളിക്കുലാർ സോളിഡുകളെ പ്രധാനമായും 3ആയി തിരിക്കുന്നുണ്ട്. നോൺ പോളാർ മോളിക്കുലാർ സോളിഡ്സ്, പോളാർ മോളിക്കുലാർ സോളിഡ്സ് ആൻഡ് ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്കുലാർ സോളിഡ്സ്. ഇത് മൂന്നിലെയും കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് ആരായിരിക്കും? മോളിക്യൂൾസ് ആയിരിക്കും. സംശയമൊന്നും വേണ്ടതായിരിക്കും, മോളിക്യൂൾസ് ആയിരിക്കും. ഇനി ഓരോന്നായിട്ട് നോക്കാം. ആദ്യം നോൺ പോളാർ മോളിക്കുലാർ സോളിഡ്സ്. ഈ നോൺ പോളാർ മോളിക്കുലാർ സോളിഡ്സിലെ മോളിക്യൂൾസിനിടയിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഡിസ്പേർഷൻ ഫോഴ്സ് ആണ്. നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ച സ്റ്റേറ്റ്സ് ഓഫ് മെറ്റൽ പഠിച്ച വാൻ ഡെർ വാൾസ് ഫോഴ്സ് ഒന്നാണ് ഡിസ്പേർഷൻ ഫോഴ്സ് അല്ലെങ്കിൽ ലണ്ടൻ ഫോഴ്സ്. ഡിസ്പേർഷൻ ഫോഴ്സ് അല്ലെങ്കിൽ ഓർത്ത് വെച്ചിരിക്കുക, നോൺ പോളാർ മോളിക്കുലാർ സോളിഡ്സിലെ മോളിക്യൂൾസിനുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്താണ്? ഡിസ്പേർഷൻ ഫോഴ്സ് അല്ലെങ്കിൽ ലണ്ടൻ ഫോഴ്സ്. ഡിസ്പേർഷൻ ഫോഴ്സ് അല്ലെങ്കിൽ ലണ്ടൻ ഫോഴ്സ്. രണ്ടാമത്തെ കാര്യം ക്യാരക്ടറിനെ കുറിച്ചാണ് പറയുന്നത്. പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞു, അതുപോലെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ പറഞ്ഞു. ദെൻ പറയുന്നതിന്റെ ക്യാരക്ടറിനെ കുറിച്ചാണ്. നമ്മുടെ നോൺ പോളാർ മോളിക്കുലാർ സോളിഡ്സ് സോഫ്റ്റ് ആണ്. എന്താണ്? സോഫ്റ്റ് ആണ്. അതുപോലെ ഇലക്ട്രിസിറ്റിയെ കടത്തിവിടാറില്ല, അതുകൊണ്ട് ഇൻസുലേറ്റർ ആണ്. മെൽറ്റിംഗ് പോയിന്റ് ഈസ് വെരി ലോ. മെൽറ്റിംഗ് പോയിന്റ് വളരെ കുറഞ്ഞ സാധനമാണ് അത് നോൺ പോളാർ മോളിക്കുലാർ സോളിഡ്സ്. പിന്നെ ഒന്നിന്റെ എക്സാമ്പിൾ കൂടെ ഓർത്ത് വെച്ചേക്കുക. ആർഗൺ, CCl4, H2, I2 എക്സെട്ര. ഓർക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഒരിക്കൽ കൂടെ ഞാൻ പറയാം. മോളിക്കുലാർ സോളിഡ്സിലെ പാർട്ടിക്കിൾസ് ആരാണ്? മോളിക്യൂൾസ് ആണ്. ആ മോളിക്യൂൾസിനുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് മോളിക്കുലാർ സോളിഡുകളെ വീണ്ടും 3ആയി തിരിക്കുന്നു. നോൺ പോളാർ മോളിക്കുലാർ സോളിഡ്സ്, പോളാർ മോളിക്കുലാർ സോളിഡ്സ് ആൻഡ് ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്കുലാർ സോളിഡ്സ്. നോൺ പോളാർ മോളിക്കുലാർ സോളിഡ്സിലെ മോളിക്യൂൾസിനുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഡിസ്പേർഷൻ ഫോഴ്സ് അല്ലെങ്കിൽ ലണ്ടൻ ഫോഴ്സ് ആണ്. ക്യാരക്ടർ പറഞ്ഞാൽ അവ സോഫ്റ്റ് ആണ്, ഇലക്ട്രിക്കലി ഇൻസുലേറ്റർ ആണ്, മെൽറ്റിംഗ് പോയിന്റ് ഈസ് വെരി ലോ. ദെൻ രണ്ടാമത്തെ ടൈപ്പ് ഓഫ് മോളിക്കുലാർ സോളിഡ് എന്ന് പറഞ്ഞാൽ പോളാർ മോളിക്കുലാർ സോളിഡ്സ്. ഈ പോളാർ മോളിക്കുലാർ സോളിഡ്സിലെ പാർട്ടിക്കിൾസിനിടയിലുള്ള, ദാറ്റ് മീൻസ് മോളിക്യൂൾസിന്റെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഡൈപോൾ ഇന്ററാക്ഷൻ. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഏതാണ്? ഡൈപോൾ ഇന്ററാക്ഷൻ. ഇത് നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ വാൻ ഡെർ വാൾസ് ഫോഴ്സ് പഠിച്ച കാര്യമാണ്. ഡൈപോൾ ഇന്ററാക്ഷൻ. ഇതിന്റെ ക്യാരക്ടറിനെ കുറിച്ച് പറഞ്ഞാൽ ഇവയും സോഫ്റ്റ് ആണ്.
ഇലക്ട്രിക്കല് ഇൻസുലേറ്റർ ആണ്, ഇലക്ട്രിസിറ്റിയെ കടത്തിവിടാറില്ല. മെൽറ്റിംഗ് പോയിന്റ് ഈസ് ലോ, മെൽറ്റിംഗ് പോയിന്റ് കുറവാണ്, പക്ഷേ നോൺ പോളാർ മോളിക്കുലർ സോളിഡിനേക്കാൾ കൂടുതലായിരിക്കും. അതാണ് ലോ പറയാൻ കാര്യം. മറ്റത് വെരി ലോ, ഇത് ലോ. നോൺ പോളാറിനേക്കാൾ പോളാർ മോളിക്കുലർ സോളിഡ് മെൽറ്റിംഗ് പോയിന്റ് എന്തായിരിക്കും, കൂടുതലായിരിക്കും. പിന്നെ എക്സാമ്പിൾ കൊടുക്കുക, HCl SO2. ഇനി മൂന്നാമത്തെ ടൈപ്പ് ഓഫ് മോളിക്കുലർ സോളിഡ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്കുലർ സോളിഡ്സ്. ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്കുലർ സോളിഡ്സ്. ആ പേര് തന്നെയുണ്ട്, ആ മോളിക്യൂൾസിലെ ഇടയിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്തായിരിക്കും, ഹൈഡ്രജൻ ബോണ്ടിങ് ആയിരിക്കും. എന്തായിരിക്കും, ഹൈഡ്രജൻ ബോണ്ടിങ് ആയിരിക്കും. ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്കുലർ സോളിഡ്സിലെ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് ആയ മോളിക്യൂൾസിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്തായിരിക്കും, ഹൈഡ്രജൻ ബോണ്ടിങ് ആയിരിക്കും. അതിന്റെ ക്യാരക്ടറിലേക്ക് പോയി കഴിഞ്ഞാൽ നോൺ പോളാറിൽ നിന്നും പോളാറിന് വ്യത്യസ്തമായിട്ട് അവ ഹാർഡായിരിക്കും. എന്തായിരിക്കും, ഹാർഡായിരിക്കും. ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യാറില്ല, ഇൻസുലേറ്റർ ആണ്. മെൽറ്റിംഗ് പോയിന്റ് ഈസ് ലോ. ലോ എന്ന് നിങ്ങൾ ഓർക്കുക, നോൺ പോളാറിനേക്കാളും പോളാറിനേക്കാളും കൂടുതലായിരിക്കും നമ്മുടെ ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്കുലർ സോളിഡിന്റെ മെൽറ്റിംഗ് പോയിന്റ്. പിന്നെ എക്സാമ്പിൾ ഐസ് അതിന്റെ എക്സാമ്പിൾ ആണ്. ഇത് മൂന്നുമാണ് മോളിക്കുലർ സോളിഡ്സ്. ഇത് മൂന്നുമാണ് മോളിക്കുലർ സോളിഡ്സ്. അപ്പൊ നമ്മുടെ രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ക്രിസ്റ്റലൈൻ സോളിഡ് എന്ന് പറഞ്ഞാൽ അയോണിക് സോളിഡ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു ധാരണ ഇപ്പൊ വന്നു കാണും, എന്തൊക്കെയാണത് പറയണം. പാർട്ടിക്കിൾസ് എന്ന് പറയണം, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയണം, അതിന്റെ നാച്ചറിനെ കുറിച്ച് പറയണം, ഹാർഡ് ആണോ സോഫ്റ്റ് ആണെന്ന് പറയണം, ഇലക്ട്രിസിറ്റിയെ കടത്തി വിടുമോ ഇല്ലെന്ന് പറയണം, മെൽറ്റിംഗ് പോയിന്റ് പറയണം. ഒരു ധാരണ നിങ്ങൾക്ക് മനസ്സിലുണ്ട് എന്തൊക്കെ അതിൽ പറയണമെന്ന്. ഇപ്പൊ ഞാനൊരു പറയുന്നത് മനസ്സിലാവും. അയോണിക് സോളിഡിന്റെ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ ആരായിരിക്കും, പേര് തന്നെയുണ്ട്, ആരായിരിക്കും, അയോൺസ് ആയിരിക്കും. ആരായിരിക്കും, അയോൺസ് ആയിരിക്കും. ദെൻ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർത്ത് വെച്ചേക്കുക, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് അല്ലെങ്കിൽ കൂളംബിക് ഫോഴ്സ്. അയോൺസിന്റെ ആയതുകൊണ്ട് തന്നെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്തായിരിക്കും, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് അല്ലെങ്കിൽ കൂളംബിക് ഫോഴ്സ് ആയിരിക്കും ഓർക്കുക. ദെൻ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അതിന്റെ ക്യാരക്ടറിലേക്ക് പോയി കഴിഞ്ഞാൽ അയോണിക് സോളിഡ് ഹാർഡ് ആണ്, ഒപ്പം ബ്രിട്ടിലുമാണ്. ബ്രിട്ടിൽ മീൻസ് പൊട്ടിപ്പോകുന്നതാണ്, കാഠിന്യമുള്ളതാണ്, ഒപ്പം പൊട്ടിപ്പോകുന്നതാണ്. നല്ല പുതിയ ബിസ്ക്കറ്റ് വാങ്ങിച്ചിങ്ങനെ പിടിച്ചാൽ എന്ത് ചെയ്യും, ഒടിഞ്ഞു വരും, പൊട്ടി വരും. അതുപോലെ ബ്രിട്ടിലാണ് അത് അയോണിക് സോളിഡ്. അയോണിക് സോളിഡ്സ് ആർ ഹാർഡ് ആൻഡ് ബ്രിട്ടിൽ. പ്രധാനം ഓർക്കേണ്ട കാര്യം, അയോണിക് സോളിഡ്സ് ആർ ഇൻസുലേറ്റർ ഇൻ സോളിഡ് സ്റ്റേറ്റ്. സോളിഡ് സ്റ്റേറ്റിൽ എന്തായിരിക്കും, ഇൻസുലേറ്റർ ആയിരിക്കും. അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, സോളിഡ് സ്റ്റേറ്റിൽ അവിടെ സ്പെസിഫൈ ചെയ്ത് പറയുന്നു, സോളിഡ് സ്റ്റേറ്റ് ഇൻസുലേറ്റർ എന്ന് പറഞ്ഞാൽ മറ്റേതോ സ്റ്റേറ്റിൽ എന്താണ്, കണ്ടക്ട് ചെയ്യുന്നതാണ്. മോൾട്ടൺ സ്റ്റേജ് ആകുമ്പോഴേക്കും നമ്മുടെ അയോണിക് സോളിഡ് എന്ത് ചെയ്യും, കണ്ടക്ട് ചെയ്യും. മോൾട്ടൺ സ്റ്റേജ് ഉരുകിയ അവസ്ഥയിൽ. കാരണം ഒരു വസ്തു കണ്ടക്ട് ചെയ്യണമെങ്കിൽ അതിനകത്ത് മൊബിലിറ്റി ഉള്ള അയോൺസോ അല്ലെങ്കിൽ മൊബിലിറ്റി ഉള്ള ഇലക്ട്രോൺസോ വേണമെന്നാ പറയുന്നത്. ഇവിടെ അയോൺസ് ഉണ്ട്, പക്ഷെ എന്തില്ല, സോളിഡ് സ്റ്റേറ്റിൽ മൊബിലിറ്റി ഇല്ല. അത് മോൾട്ടൺ സ്റ്റേജ് ആയി കഴിയും, ഉരുകിയ അവസ്ഥയിലായി കഴിയുമ്പോഴേക്കും ആ അയോൺസിന് മൊബിലിറ്റി ഉണ്ടാകും. അതുകൊണ്ട് തന്നെ മോൾട്ടൺ സ്റ്റേജില് അയോണിക് സോളിഡ് കണ്ടക്ട് ചെയ്യും. അതാണ് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്, ഇൻസുലേറ്റർ ഇൻ സോളിഡ് സ്റ്റേറ്റ്. അയോണിക് സോളിഡ്സ് ആർ ഇൻസുലേറ്റർ ഇൻ സോളിഡ് സ്റ്റേറ്റ് ബട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി ഇൻ മോൾട്ടൺ സ്റ്റേറ്റ്. മെൽറ്റിംഗ് പോയിന്റ് എന്തായിരിക്കും, ഹൈ ആയിരിക്കും. ഇവരെ കാലത്ത് മെൽറ്റിംഗ് പോയിന്റ് എന്തായിരിക്കും, കൂടുതലായിരിക്കും. പിന്നെ എക്സാമ്പിൾ ഓർത്തിരിക്കുക, NaCl പറയാം, MgO പറയാം, ZnS പറയാം, CF2 പറയാം. ഓർത്താൽ മാത്രം മതിയാവും എക്സാമ്പിൾ. ദെൻ മൂന്നാമത്തെ ടൈപ്പ് ഓഫ് ക്രിസ്റ്റലൈൻ സോളിഡ് എന്ന് പറഞ്ഞാൽ മെറ്റാലിക് സോളിഡ്സ്. എന്താ സാധനം, മെറ്റാലിക് സോളിഡ്സ്. മെറ്റാലിക് സോളിഡിനകത്തുള്ള കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് പോസിറ്റീവ് അയോൺസ് ഇൻ എ സി ഓഫ് ഡീലോക്കലൈസ്ഡ് ഇലക്ട്രോൺ. വളരെ വ്യക്തമായി ഓർക്കുക, പോസിറ്റീവ് അയോൺസ് ഇൻ എ സി ഓഫ് ഡീലോക്കലൈസ്ഡ് ഇലക്ട്രോൺ. ഒറ്റ വാക്ക് പറയുന്നുണ്ട്, കേർണൽസ് എന്നും പറയുന്നുണ്ട്. എന്ന് പറയുന്നുണ്ട് കേർണൽസ്, അതായത് പോസിറ്റീവ് അയോൺസ് ഇമേഴ്സ്ഡ് ഇൻ എ സി ഓഫ് ഡീലോക്കലൈസ്ഡ് ഇലക്ട്രോൺ. ഇങ്ങനെ തന്നെ പറയുന്നതാണ് എന്റെ യുക്തി എന്ന് പറയുന്നതിന് കാരണമുണ്ട്. അപ്പൊ എന്താണ് കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ്, പോസിറ്റീവ് അയോൺസ് ഇൻ എ സി ഓഫ് ഡീലോക്കലൈസ്ഡ് ഇലക്ട്രോൺ. അതിനുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്തായിരിക്കും, മെറ്റാലിക് സോളിഡ് ആണ്. അതുകൊണ്ട് തന്നെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്തായിരിക്കും, മെറ്റാലിക് ബോണ്ടിങ്. എന്തായിരിക്കും, മെറ്റാലിക് ബോണ്ടിങ് ആയിരിക്കും. ഇനി ക്യാരക്ടറിലേക്ക് പോയ മെറ്റൽസ് ആണ്, അവ ഹാർഡ് ആയിരിക്കും, സംശയമൊന്നും വേണ്ട. പിന്നെ പ്രധാനപ്പെട്ട കാര്യം അവ കണ്ടക്ടേഴ്സ്. നമ്മൾ പഠിക്കുന്ന ക്രിസ്റ്റലൈൻ സോളിഡ്സിലെ സോളിഡ് സ്റ്റേറ്റിലെ കണ്ടക്ടിവിറ്റി ഉള്ള ഒരേ ഒരു സോളിഡ് ആര് മാത്രമാണ്, മെറ്റാലിക് സോളിഡ് ആണ്. മെൽറ്റിംഗ് പോയിന്റ് ഫെയർലി ഹൈ ആയിരിക്കും, കാരണം ഇവരെക്കളൊക്കെ വളരെ കൂടുതലായിരിക്കും. കാരണം ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ സ്ട്രോങ് ആണ്, അതുകൊണ്ട് തന്നെ മെൽറ്റിംഗ് പോയിന്റ് വളരെയധികം കൂടുതലായിരിക്കും. എക്സാമ്പിൾ അറിയാം, മെറ്റൽസ് ആണ് എക്സാമ്പിൾ, അയൺ, കോപ്പർ, സിൽവർ, മെഗ്നീഷ്യം ഒക്കെ എക്സാമ്പിൾ ആയി പറയാം. രണ്ട് ടൈപ്പ്, നമ്മളിപ്പോ നിലവിൽ 3 ടൈപ്പുകൾ പറഞ്ഞു കഴിഞ്ഞു, മോളിക്കുലർ സോളിഡ്, അയോണിക് സോളിഡ് ആൻഡ് മെറ്റാലിക് സോളിഡ്. അപ്പോൾ ഇനി ഒരു ടൈപ്പ് ക്രിസ്റ്റലൈൻ സോളിഡ് ആണ് പഠിക്കാനുള്ളത്. ലാസ്റ്റ് വൺ, കോവാലന്റ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് സോളിഡ്. കോവാലന്റ് സോളിഡ്സ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് സോളിഡ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആദ്യം പാർട്ടിക്കിൾ എന്ന് പറയണം, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ പറയണം, നാച്ചറിനെ കുറിച്ച് പറയണം, കണ്ടക്ടിവിറ്റി പറയണം, മെൽറ്റിംഗ് പോയിന്റ്. നമുക്ക് ധാരണ ഇപ്പോൾ ഉണ്ട്.
അപ്പൊ നമ്മുടെ കോവാലന്റ് സോളിഡ്സിന് അല്ലെങ്കിൽ നെറ്റ്വർക്ക് സോളിഡിനകത്തുള്ള കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ ആറ്റംസ് ആണ്. ആരാണ് പാർട്ടിക്കിൾസ്? മറന്നു പോകരുത്, ആറ്റംസ് ആണ്. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ പേര് തന്നെയുണ്ട്. കോവാലന്റ് സോളിഡ്സ് ആകുമ്പോൾ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്തായിരിക്കും? കോവാലന്റ് ബോണ്ടിങ് ആയിരിക്കും. പിന്നെ നാച്ചുറൽ പറയുമ്പോൾ ഹാർഡാണ്. ഇലക്ട്രിസിറ്റി കടത്തിവിടാനുള്ള ഇൻസുലേറ്റർ ആണ്. മെൽറ്റിംഗ് പോയിന്റ് ഇസ് വെരി ഹൈ. മെൽറ്റിംഗ് പോയിന്റ് വളരെ കൂടിയ സോളിഡ് ഏതായിരിക്കും? കോവാലന്റ് സോളിഡ് ആയിരിക്കും. എക്സാമ്പിൾ പറയുന്നുണ്ട് SiO2, സിലിക്കൺ ഡൈ ഓക്സൈഡ്, കോട്സ് എന്ന് പറയാം, സിലിക്കൺ കാർബൈഡ്, പിന്നെ ഡയമണ്ട്, ഇതൊക്കെ എക്സാമ്പിൾ ആയി പറയാം. പിന്നെ ഇവിടെ ഒരു കാര്യം കൂടെ ഓർക്കണം, ഇവിടെ എക്സെപ്ഷൻ കൂടെ ഉണ്ട്. നമ്മൾ പറയുമ്പോൾ കോവാലന്റ് സോളിഡുകളിലെ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ ആറ്റംസ് ആണ്, പ്രശ്നമൊന്നുമില്ല. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കോവാലന്റ് ബോണ്ടിങ് ആണ്, വിഷയമൊന്നുമില്ല. അവ ഹാർഡ് ആണെന്ന് പറഞ്ഞു. ഇവിടെ സോഫ്റ്റ് ആയിട്ടുള്ള കോവാലന്റ് സോളിഡുകൾ ഉണ്ട്. അതിന്റെ എക്സാമ്പിൾ നിങ്ങൾക്ക് അറിയാവുന്ന സാധനം ഇവിടെ ഗ്രാഫൈറ്റ്, കാർബണിന്റെ അലോട്രോപ്പ് ആയിട്ടുള്ള ഗ്രാഫൈറ്റ് ഹാർഡ് അല്ല, പക്ഷെ എന്താണ്? സോഫ്റ്റ് ആണ്. അപ്പൊ ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യും. അതാണ് പറഞ്ഞ എക്സെപ്ഷൻ. അതായത് കോവാലന്റ് സോളിഡിലും എക്സെപ്ഷൻ കാണിക്കുന്ന സോളിഡ് കൊണ്ട് മനസ്സിലാക്കുക. നമ്മൾ നോർമലി പറയുമ്പോൾ കോവാലന്റ് സോളിഡില് ഹാർഡാണ്, ഇൻസുലേറ്റർ ആണ്, മെൽറ്റിംഗ് പോയിന്റ് ഈസ് വെരി ഹൈ എന്ന് നാച്ചുറൽ പറഞ്ഞു പോകും. പക്ഷെ അവിടെ സോഫ്റ്റ് ആയിട്ടുള്ള ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യുന്ന കോവാലന്റ് സോളിഡുകൾ ഉണ്ട്. അതിന് എക്സാമ്പിൾ ആണ്, ഒരു എക്സെപ്ഷൻ ആണ്. എക്സാമ്പിൾ ഗ്രാഫൈറ്റ് ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പൊ ഇത് 4 പ്രധാനപ്പെട്ട ക്രിസ്റ്റലൈൻ സോളിഡുകൾ. ഒന്ന് ഓർത്ത് വെച്ചേക്കുക: മോളിക്കുലാർ സോളിഡ്സ്, അയോണിക് സോളിഡ്, മെറ്റാലിക് സോളിഡ്, കോവാലന്റ് സോളിഡ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് സോളിഡ്. ഏതിന്റെ ബേസിലാണ് ക്ലാസിഫൈ ചെയ്യുന്നത്? ഡിപ്പെൻഡിംഗ് അപ്പോൺ ദി നാച്ചർ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസ് ആൻഡ് നാച്ചർ ഓഫ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദം. ഇപ്പൊ നമ്മൾ ഇന്ന് സോളിഡ് സ്റ്റേറ്റിലെ കുറച്ച് ടോപ്പിക്കുകളാണ് ഡിസ്കസ് ചെയ്ത്. നിങ്ങൾക്ക് കുറച്ചൊക്കെ ധാരണ ഉണ്ടായി എന്നാണ് എന്റെ വിശ്വാസം. നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി പോയിന്റുകൾ മാത്രം റിവൈൻഡ് ചെയ്ത് പറയാം. അതായത് സോളിഡിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറഞ്ഞു. ദെൻ പറഞ്ഞത് സോളിഡിനെ ലിക്വിഡിൽ നിന്നും ഗ്യാസിൽ നിന്നും നമുക്ക് ഡിഫറൻഷിയേറ്റ് മനസ്സിലാക്കാൻ കഴിയുന്ന കുറച്ച് ക്യാരക്ടേഴ്സ് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. അത് നിങ്ങൾക്ക് ധാരണ ഉണ്ടായി കാണും. ദെൻ മൂന്നാമത്തെ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ 2 ടൈപ്പ് ഓഫ് സോളിഡ് ഉണ്ട്, ക്രിസ്റ്റലൈൻ സോളിഡ് എന്നും അമോർഫസ് സോളിഡ് എന്നും പറഞ്ഞു. അത് എന്താണെന്ന് പറഞ്ഞു, ഏതിന്റെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്യുന്നു പറഞ്ഞു. ആ ക്രിസ്റ്റലൈൻ സോളിഡിന്റെയും അമോർഫസ് സോളിഡിന്റെയും കമ്പയർ ചെയ്ത് പറഞ്ഞു. അതിന്റെ കമ്പാരിസൺ വളരെ ഓർക്കുക. അത് അനൈസോട്രോപ്പി, ഐസോട്രോപ്പി, ക്ലീവേജ് പ്രോപ്പർട്ടി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ദെൻ പറഞ്ഞ കാര്യം, നമ്മൾ അമോർഫസ് സോളിഡിനെ കുറിച്ച് ഈ പാഠത്തിൽ ഇനി പഠിക്കുന്നില്ല. പഠിക്കുന്ന കാര്യം ആരെ കുറിച്ചിട്ടാണ്? ക്രിസ്റ്റലൈൻ സോളിഡ്സിനെ കുറിച്ചാണ്. ആ ക്രിസ്റ്റലൈൻ സോളിഡ്സിന്റെ ക്ലാസിഫിക്കേഷനെ കുറിച്ച് പറഞ്ഞു. ഏതിന്റെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്യുന്ന ഓർത്ത് വയ്ക്കണം. പ്രധാനമായിട്ട് 4 ടൈപ്പ് ക്രിസ്റ്റലൈൻ സോളിഡ് ഉണ്ട് എന്നും പറഞ്ഞു. അതിന്റെ ക്യാരക്ടറിനെ കുറിച്ച് പറഞ്ഞു. അതിനകത്തുള്ള പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞു. ഫോഴ്സ് ഓഫ് പാർട്ടിക്കിൾ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇവിടെ പറഞ്ഞു പോയ കാര്യങ്ങൾ. അപ്പൊ ഇത് വളരെ കൃത്യമായി നോക്കുക. വളരെ കൃത്യമായി നോക്കിയ ശേഷം എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കുക. ഒരു സ്ക്രീൻ മറയ്ക്കപ്പുറം ഇരിക്കുന്ന നമ്മൾ ഇനി നേരിൽ കാണുന്ന ശുഭപ്രതീക്ഷയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.